നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 ഏപ്രിൽ മാസം 26-ാം തീയതി 1200-ാം ആണ്ട് മേടമാസം 13-ാം തീയതി ശനിയാഴ്ച. ഇന്നത്തെ നക്ഷത്രം രേവതി നക്ഷത്രമാണ്. നക്ഷത്രങ്ങളിൽ ഏറ്റവും ടോപ്പ് നക്ഷത്രമാണ് രേവതി. രേവതിക്ക് മുകളിൽ നക്ഷത്രമില്ല, പിന്നെ അശ്വതി തൊട്ട് താഴോട്ട് പോവുകയാണ്. അപ്പോൾ ഏറ്റവും ഉയർച്ചയിലുള്ള നക്ഷത്രമാണ് വന്നിരിക്കുന്ന, നല്ല നക്ഷത്രമാണ്, ശുഭനക്ഷത്രമാണ്. പക്ഷേ ഇന്നത്തെ ദിവസം ശനിയാഴ്ചയാണ്. ശനിയെ വിളിക്കുന്നത് എന്നെ മന്ദൻ എന്നാണ്. മന്ദൻ എന്ന് പറയുമ്പോൾ പതുക്കെ സഞ്ചരിക്കുന്നവൻ ശനി. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളെയും ശനീശ്വരൻ ഡിലേ വരുത്തും. അതുകൊണ്ട് ഇന്നത്തെ ദിവസത്തിൽ ഇറങ്ങുന്ന ഓരോ കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാവും എന്ന് കണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. കാരണം നക്ഷത്രം നല്ലതാണ്. കാരണം രേവതി നക്ഷത്രം ശുഭനക്ഷത്രമാണ്. അപ്പോൾ നമുക്കൊരു 50-50 ഫലത്തെ ചെയ്യണ സമയമാണ്. അപ്പോൾ ഒരു പ്രാവശ്യം പോവേണ്ട നമ്മൾ 2 പ്രാവശ്യം നടത്തിക്കും. അപ്പോൾ നടക്കാനായിട്ട് തയ്യാറായിക്കൊണ്ട് വേണം പോകാൻ. അപ്പോൾ പോകുന്ന കാര്യങ്ങൾ വിജയിക്കും, ഈസി ആയിട്ട് നടക്കില്ല. അപ്പോൾ മേടമാസത്തിലെ രേവതി നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. ഇവിടെ ശനിയാഴ്ച ദിവസമാണ് നമുക്ക് ബർത്ത്ഡേ വന്നതെന്ന് അറിയുക. അപ്പോൾ ശനിയുടെ ഒരു കവചം, ശനിയുടെ ഒരു വക്രദൃഷ്ടി ഈ നക്ഷത്രക്കാർക്ക് ഒരു വർഷവും നിൽക്കും. ആൾറെഡി രേവതിക്കാർക്ക് 7 ശനി നടന്നുകൊണ്ടിരിക്കുകയാണ്, എല്ലാ രേവതിക്കാർക്കും. അതിൻ്റെ കൂടെയാണ് ശനിയുടെ ബന്ധുവും കൂടി വന്നു എന്നറിയുക ഈ മാസത്തിൽ ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ കടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? തടസ്സം കൂടും, മാനസിക സംഘർഷം വർദ്ധിക്കും, ശാരീരിക ബുദ്ധിമുട്ടുണ്ടാക്കും, മനസമാധാനം കുറയ്ക്കും. അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും ഡിലേ വരും. കൈ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന വായി കിട്ടാതെ നീണ്ടുപോകും. ഇതൊക്കെ വരുന്ന കാലഘട്ടമായതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി പോകണം. ഒപ്പം ശനിയെ പ്രീതിപ്പെടുത്തണം. നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എന്ത് ദോഷഭാവവും നേരത്തെ കൂട്ടി മനസ്സിലാക്കാൻ വേണ്ടി മഹാമഹർഷി വര്യന്മാർ എഴുതി വച്ചിരിക്കുന്നത് എന്തിനാണ്? നമുക്ക് ഓരോന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് അതിജീവിച്ച് പോകാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കണം. ഈ ഒരു വർഷക്കാലവും സൂര്യഭഗവാനെ തൊഴണം. പ്രപഞ്ചനാഥനാണ് സൂര്യൻ. അതുപോലെ ശനീശ്വര യന്ത്രം, സാമ്പത്തിക നഷ്ടമൊന്നും വരാതിരിക്കാൻ വേണ്ടി ധനാകർഷണ യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ ധരിക്കണം. ഒപ്പം തന്നെ പ്രാർത്ഥന കൂട്ടണം. നമുക്ക് ഇഷ്ടദേവതാ പ്രീതി വരുത്തണം. ഒരു ദേവനെ ഉള്ളൂ, അവരവർക്ക് ഇഷ്ടരൂപത്തിൽ പ്രാർത്ഥിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഇഷ്ടദേവതാ പ്രീതി വരുത്തണം. അതേപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമുക്ക് രാഹുകാല സമയം നോക്കി വേണം ഇറങ്ങാൻ. എല്ലാ ദിവസവും രാഹുകാലമുണ്ട്. ഇന്ന് രാഹുകാലം വന്നിരിക്കുന്നത് 9:17 തൊട്ട് 10:50 വരെയാണ് രാഹുകാല സമയം. 9:17 തൊട്ട് 10:50 വരെ. ഈ സമയം ശുഭയാത്രയ്ക്ക് വേണ്ട. എവിടെയെങ്കിലും ദൂരയാത്ര പോകാനോ മറ്റെന്തെങ്കിലും ശുഭകാര്യത്തിന് ഇറങ്ങാനോ ഈ സമയം എടുക്കരുത്. കാരണം രാഹു എന്ന് പറഞ്ഞാൽ സർപ്പമാണ്. അപ്പോൾ സർപ്പത്തിനൊരു പ്രത്യേകതയുള്ള, സർപ്പൻ ഉണർന്നിരിക്കുന്ന സമയമാണ് രാഹുകാല സമയം 1.5 മണിക്കൂർ. ഈ സമയത്ത് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ പാമ്പ് ഇഴയ്ക്കും, നമ്മളെ ഇട്ട് ചുറ്റിക്കും. അത് വരാതിരിക്കാൻ വേണ്ടി രാഹുകാല സമയം ഒഴിവാക്കുക. അതുപോലെ 2 സമയങ്ങളാണ് യമകണ്ഠ കാല സമയവും ഗുളികകാല സമയവും. ഈ സമയം അവർക്ക് അനുവദനീയമായ സമയമാണ്. ഈ സമയത്ത് നമ്മൾ ഒരു കാര്യവും ചെയ്യരുത്. ഗുളികൻ്റെ സമയമാണ് 6:13 തൊട്ട് 7:46 വരെയും. യമകണ്ഠ കാല സമയം ശരിക്ക് 1:55 തൊട്ട് 3:27 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. ഇന്ന് നമുക്ക് അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അഭിജിത്ത് മുഹൂർത്തം 11:58 തൊട്ട് 12:46 വരെയാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം.
ഈ സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കും നല്ലതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിലും നമുക്കെടുക്കാം. അതുപോലെ തന്നെ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക. കറുത്ത വസ്ത്രമോ അല്ലെങ്കിൽ നീല വസ്ത്രമോ ധരിച്ചുകൊണ്ട് ഒരു കാര്യത്തിന് പോയാൽ നമുക്ക് അല്ലാതെ പോകുന്നതിനേക്കാൾ ഇരട്ടി വേഗത്തിൽ കാര്യങ്ങൾ സഫലീകൃതമാവും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഐശ്വര്യപ്രദമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.